ബഹുമാനപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ, ഞാൻ റുമൈസ റഫീഖ്, MSF സംസ്ഥാന സെക്രട്ടറിയാണ്. എൻ്റെ അടുത്തിരിക്കുന്നത് ഹരിത സംസ്ഥാന വൈസ് ചെയർപേഴ്സൺ നൈല സഹീദ്, ഇത് കണ്ണൂർ ജില്ലാ ചെയർപേഴ്സൺ ഫർഹാന, കണ്ണൂർ ജില്ലാ ജനറൽ സെക്രട്ടറി ഫാത്തിമ. ഞങ്ങളിവിടെ ഇന്ന് ഒരു മാധ്യമങ്ങളെ കാണുന്ന അല്ലെങ്കിൽ ഒരു പ്രസ് മീറ്റ് വിളിച്ചു ചേർത്തിട്ടുള്ളത്, നിങ്ങൾക്കൊക്കെ അറിയുന്നത് പോലെ കണ്ണൂർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇലക്ഷന് ശേഷം SFI എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടന തങ്ങളുടെ പരാജയത്തിൻ്റെ ജാള്യത മറക്കാൻ വേണ്ടി അങ്ങേയറ്റത്തെ വംശീയവും വർഗീയവുമായ ആരോപണങ്ങൾ ഉയർത്തി 2-3 ദിവസമായി നമ്മുടെ മാധ്യമങ്ങൾ, നമ്മുടെ ജനങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഏവർക്കും അറിയാം, MSF എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടന പതിറ്റാണ്ടുകളായി ഈ കേരളത്തിലായിക്കോട്ടെ, ഇനി കേരളത്തിൻ്റെ പുറത്തായിക്കോട്ടെ, മികച്ച രീതിയിൽ സമര പോരാട്ടങ്ങളുമായി നീതി നിഷേധത്തിനെതിരെ ശബ്ദമുയർത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥി സംഘടനയാണ്. അധികാരികളുടെ അവരെ യൂട്ടേൺ അടുപ്പിക്കാൻ പോലും പ്രാപ്തമായ വിദ്യാർത്ഥി സംഘടന ഇന്ന് ക്യാമ്പസിൽ തഴച്ചു വളരുന്ന സമയത്ത് പല കോട്ടകളും പൊളിച്ചടുക്കി അവിടെ MSFൻ്റെ പ്രാതിനിധ്യവും MSFൻ്റെ മുന്നണിയും ഭരിക്കുന്ന ഈ സമയത്ത് അതിൽ വിറളി പൂണ്ട വിഭ്രാന്തിയായ SFI സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ, SFI സംസ്ഥാന പ്രസിഡന്റും സെക്രട്ടറിയും ഉൾപ്പെടെയുള്ളവർ MSFനെ ഒരു വർഗീയ ചാപ്പ കുത്താൻ ശ്രമിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആദ്യം MSFൻ്റെ സംസ്ഥാന പ്രസിഡന്റായ PK നവാസ് സാഹിബിനെതിരെ അദ്ദേഹം ഒരു വർഗീയവാദിയാണെന്ന് പറയുകയും അദ്ദേഹം ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ അദ്ദേഹം നയിക്കുന്ന സംഘടന, ഞങ്ങളടക്കമുള്ള MSF എന്ന് പറയുന്ന സംഘടനയെ ഒരു വർഗീയ സംഘടനയായി ചിത്രീകരിക്കുകയും ചെയ്യുകയും അത് മാധ്യമങ്ങളടക്കം ചർച്ച ചെയ്യുകയും ഇന്നലെ SFIയുടെ സംസ്ഥാന ഭാരവാഹികൾ വീണ്ടും ഒരു പത്രസമ്മേളനം വിളിച്ചുകൊണ്ട് ദുർബലമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ഏവരും കണ്ടതാണ്. അവരുന്നയിക്കുന്ന ആരോപണത്തിന് യാതൊരുവിധ തെളിവുകളുമില്ല. അവരൊരു വലിയ നുണക്കോട്ട പടുത്തുയർത്തിക്കൊണ്ട് അത് തന്നെ പിന്നെയും സമർത്ഥിക്കാൻ ശ്രമിക്കുന്ന കാര്യം നമ്മളൊക്കെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ SFIയുടെ സംസ്ഥാന സെക്രട്ടറി ഒരു ആരോപണം ഉന്നയിച്ചു. ആ ആരോപണത്തെ അനുകൂലിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ടോ ഒരു മുൻനിര നേതാക്കൾ പോലും മുന്നോട്ട് വരാത്ത സാഹചര്യത്തിൽ അദ്ദേഹത്തെ പിന്തുണച്ചു വന്ന ഒരേ ഒരു നേതാവ് എന്ന് പറയുന്നത് അത് RSSൻ്റെ നേതാവായ ശശികലയായിരുന്നു. അഥവാ SFI RSSൻ്റെ നാവായി മാറുന്നു എന്നുള്ളതിൽ ഇതിലും വലിയൊരു തെളിവ് എനിക്ക് കിട്ടാനില്ല എന്നാണ്. അദ്ദേഹം പടുത്തുയർത്തിയ ആ നുണക്കോട്ട, അതിലേക്ക് തെളിവായി അദ്ദേഹം വലിയ രീതിയിൽ ജനങ്ങൾക്ക് മുന്നിലേക്ക് പ്രചരിപ്പിച്ച ഒരു വോയിസ് റെക്കോർഡുണ്ട്. ആ വോയിസ് റെക്കോർഡിൻ്റെ നിജസ്ഥിതി നിങ്ങളടങ്ങുന്ന മാധ്യമങ്ങളെയും ജനങ്ങളെയും കേരളത്തിലെ വിദ്യാർത്ഥികളെയും ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രസ് മീറ്റ് വിളിച്ചിട്ടുള്ളത്. ആ വോയിസ് റെക്കോർഡ് അഥവാ KM ഗവൺമെൻറ് കോളേജ്, കൃഷ്ണമേനോൻ സ്മാരക വനിതാ ഗവൺമെൻറ് കോളേജ്, വനിതാ വുമൺ കോളേജിലെ ഒരു വിദ്യാർത്ഥിയുടെ വോയിസ് അത് MSFകാരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇന്നലെയാണ് SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആ വോയിസ് പുറത്തേക്ക് വിട്ടിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ നിജസ്ഥിതി അറിയാൻ വേണ്ടിയിട്ട് 2 വർഷം മുമ്പ് അഥവാ 2023 ആ പെൺകുട്ടി അവിടെ പഠിച്ചതും ഇങ്ങനൊരു വോയിസ് പുറത്തേക്ക് വന്നതും. അതിൻ്റെ നിജസ്ഥിതി അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആ കുട്ടിയെ വിളിച്ചു. ആ കുട്ടിയെ വിളിച്ചപ്പോൾ ആ കുട്ടി പറയുന്നതും SFIയുടെ സംസ്ഥാന സെക്രട്ടറി പുറത്തുവിട്ട വോയിസിലും ആ പെൺകുട്ടി വളരെ കറക്റ്റായിട്ട് പറയുന്നുണ്ട്, ഞാനൊരു MSFകാരി അല്ല, ഞാനൊരു MSFിൽ പ്രവർത്തിക്കുന്ന ഒരാളല്ല, ഞാൻ GIO എന്ന് പറയുന്ന സംഘടനയിൽ പ്രവർത്തിക്കുന്ന, അവരുടെ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ഒരു കുട്ടിയാണ് എന്ന് സുവ്യക്തമായി കൊണ്ട് ആ പെൺകുട്ടി പറയുന്നുണ്ട്. എന്നിട്ട് പോലും തങ്ങൾക്ക് വേണ്ട കണ്ടന്റ് കട്ട് ചെയ്ത് ആ വോയിസ് റെക്കോർഡ് പ്രചരിപ്പിച്ച SFIയുടെ സംസ്ഥാന സെക്രട്ടറിയോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഒരു യൂണിറ്റ് സെക്രട്ടറിയുടെ എങ്കിലും നിലവാരം SFIയുടെ സംസ്ഥാന സെക്രട്ടറി കാണിക്കണമെന്നാണ്. നമ്മൾ ഇപ്പോൾ ഈ രാജ്യത്തിൻ്റെ ഭരണ നീക്കങ്ങളിൽ നമ്മൾ കാണുന്നതാണ് RSSകാരെടുക്കുന്ന പണിയായത്.
അവർക്ക് വേണ്ട വോയിസുകൾ കട്ട് ചെയ്യുക, അവർക്ക് വേണ്ട ആശയങ്ങൾ കട്ട് ചെയ്തെടുത്തുകൊണ്ട് പ്രചരിപ്പിക്കുന്ന ഗിമ്മിക്കുകൾ അത് RSSകാരാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ SFI എന്ന് പറയുന്ന സംഘടന RSSന്റെ നാവ് മാത്രമല്ല അടപടലം RSSന്റെ എല്ലാ പ്രവർത്തനങ്ങളും പകർത്തുന്ന കാഴ്ചയാണ് ഇന്ന് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആ കുട്ടിയെ വിളിച്ചു. ആ കുട്ടി വ്യക്തമായി പറഞ്ഞു, ഞാനൊരു MSFകാരി അല്ല എന്നുള്ളത്. അതിന്റെ നിജസ്ഥിതി വോയിസ് റെക്കോർഡ് ഉണ്ട്. അത് നിങ്ങൾക്ക് മുമ്പിൽ ഹാജരാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഞാൻ ആ വോയിസ് ഇപ്പോൾ ഇവിടെ പ്ലേ ചെയ്യാം. ഇവിടെയുള്ള മാധ്യമ സുഹൃത്തുക്കളോട് നിങ്ങൾക്ക് ഈ വോയിസ് വ്യക്തമായി കേട്ടിട്ടുണ്ടാവും. ആ പെൺകുട്ടി വളരെ വ്യക്തവും കൃത്യവുമായി പറയുന്നുണ്ട്, ഞാൻ MSFകാരി അല്ല, ഞാൻ MSFൽ പ്രവർത്തിച്ചിട്ടില്ല, ഞാനൊരു GIO കാരിയാണ്. അങ്ങനെയുള്ള ഒരു പെൺകുട്ടിയുടെ വോയിസ് അത് കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് അത് MSFലെ പെൺകുട്ടിയുടെ വോയിസ് ആണ് എന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്ന SFIയോട് ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് ക്യാമ്പസിൽ ഞങ്ങളെ നേരിടാനുള്ള ആശയപരമായി ഞങ്ങളെ നേരിടാനുള്ള കപ്പാസിറ്റി ഇല്ലെങ്കിൽ, നിങ്ങൾക്ക് ഭയമാണെങ്കിൽ ഇത്രയും തരം താഴ്ന്ന കളി ക്യാമ്പസുകളിൽ നിങ്ങൾ നടത്തരുത്. നിങ്ങൾ അങ്ങനെ നടത്തരുത്. കാരണം നിങ്ങളെ വീക്ഷിക്കുന്ന ഒരു വിദ്യാർത്ഥി സമൂഹം ക്യാമ്പസിലുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. KMM എന്ന് പറയുന്ന കോളേജിൽ 20% കൂടി വന്ന 20% മാത്രമാണ് അവിടെ മുസ്ലിം പെൺകുട്ടികൾ പഠിക്കുന്നത്. ആ ഒരു 20%-നോട് നമ്മൾ വർഗീയത പറഞ്ഞ് ഞങ്ങൾ അവിടെ യൂണിയൻ നേടി എന്താണോ SFI ആരോപിക്കുന്നത്? SFI ഈ ഒരു വോയിസ് എന്ന് പറയുന്നത് നിരന്തരമായി ഇലക്ഷന്റെ സമയത്ത് പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്ന വോയിസ് ആണ്. ആ പുറത്തുവിടുന്ന സമയത്ത് ഇതിനൊക്കെ അതിജീവിച്ച്, ഈ കള്ളപ്രചരണത്തിനൊക്കെ അതിജീവിച്ചു കൊണ്ടാണ് ഞങ്ങൾ അവിടെ യൂണിയൻ ഭരണം നേടിയതും അത് നിലനിർത്തിയതും. ഞങ്ങളെ ഇതൊന്നുകൊണ്ടൊന്നും ഭയപ്പെടുത്താമെന്നോ അല്ലെങ്കിൽ മൂലക്കിരുത്താമെന്നോ ഏതൊരു SFIക്കാരും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ശരിക്കും SFI എന്താണ് ചെയ്യുന്നതെന്നറിയോ? ശരിക്കും SFI ചെയ്യുന്നത് അവരുടെ മാതൃസംഘടന എപ്പോഴും ചെയ്യുന്നൊരു കാര്യമുണ്ട്. എന്താണ്? തങ്ങൾ പരാജയപ്പെട്ട ഇലക്ഷനിൽ കുറെ വർഗീയ സംഘടനകൾ കൂടിച്ചേർന്നുകൊണ്ട് ഞങ്ങളെ പരാജയപ്പെടുത്തിയെന്നും ഞങ്ങൾ വിജയിച്ച ഇലക്ഷനിൽ മതേതര വോട്ടുകൾ ലഭിച്ചുകൊണ്ടാണ് ഞങ്ങൾ വിജയിച്ചതെന്നും എന്ന് പറയുന്ന അതേ പണിയാണ് SFI ക്യാമ്പസിൽ നടത്തുന്നത്. CPM കേരളത്തിൽ ഒരു സ്ട്രാറ്റജി കൊണ്ടുവന്നിട്ടുണ്ട്. ആ സ്ട്രാറ്റജി അണുവിട തെറ്റാതെ SFI ക്യാമ്പസിൽ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ സമയത്ത് SFI ചിന്തിക്കണം, ഇതൊക്കെ മനസ്സിലാക്കുന്ന ഒരു വിദ്യാർത്ഥി സമൂഹമാണ് ഇന്ന് കേരളത്തിലെ ക്യാമ്പസിലുള്ളത്. ഞാൻ ഒരു കാര്യം കൂടി ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു വിദ്യാർത്ഥികൾക്ക് വർഗീയത പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇലക്ഷനെ നേരിട്ടു എന്ന് പറഞ്ഞു. MSFന് ഒരു ഇലക്ഷൻ നേരിടാൻ കൃത്യമായ സ്ട്രാറ്റജി ഉണ്ട്. ഒരു ക്യാമ്പസിൽ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് അവിടെ 80% അവിടെ പ്രാദേശിക വിഷയങ്ങളും ക്യാമ്പസിലെ വിഷയങ്ങളുമാണ് അവിടെ ചർച്ചയ്ക്ക് വിധേയമാകുന്നത്. ആ ചർച്ചയുടെ അവസാനത്തിൽ അല്ലെങ്കിൽ ആ ചർച്ചയ്ക്ക് ശേഷം അവിടെയുള്ള വാക്കുതർക്കങ്ങൾക്ക് ശേഷം അതിലുള്ള പ്രചരണത്തിന് ശേഷമാണ് ഒരു യൂണിയൻ അവിടെ അധികാരത്തിൽ വരുന്നത്. കേവലം 20% മാത്രമാണ് രാഷ്ട്രീയം അല്ലെങ്കിൽ പുറത്തുള്ള രാഷ്ട്രീയം ക്യാമ്പസിൽ ചർച്ചയാവുന്നത്. അങ്ങനെ ഓരോ പ്രാദേശിക കമ്മിറ്റികളും വ്യക്തമായ സ്ട്രാറ്റജി ഉപയോഗിച്ചുകൊണ്ടാണ് അവിടെ അല്ലെങ്കിൽ ക്യാമ്പസിൽ ഇലക്ഷനെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വെൽ പ്ലാൻഡ് ആയിട്ടാണ് ഇലക്ഷനെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരവസരത്തിൽ വർഗീയ ചാപ്പ കുത്തുന്ന SFIയോട് ശരിക്കും പറഞ്ഞാൽ സഹതാപം മാത്രമേ ഉള്ളൂ. പിന്നെ അവർ പറയുന്നു വിദ്യാർത്ഥികളോട് ഞങ്ങൾ വർഗീയത പറയുന്നു എന്ന്. ശരിക്കും ഒരു സംഘം വർഗീയത പറയുന്ന സമയത്ത് അത് കേട്ട് അതിൽ അഭിരമിച്ച് ഒരു തികഞ്ഞ വർഗീയവാദിയായി അല്ലെങ്കിൽ മതവാദിയായി വോട്ട് ചെയ്യുന്ന വിദ്യാർത്ഥികളാണ് കേരളത്തിലുള്ളത് എന്നാണോ SFIയുടെ സംസ്ഥാന സെക്രട്ടറി പറയുന്നത്?
അല്ലെങ്കിൽ ഒരു സംഘടന വർഗീയത പറയുമ്പോൾ തങ്ങളുടെ ഉള്ളിലെ മതം പൊട്ടിപ്പുറപ്പെട്ട് വോട്ട് ചെയ്യുന്ന വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ അത്രയും പൊളിറ്റിക്കൽ സെൻസ് ഇല്ലാത്ത വിദ്യാർത്ഥികളാണ് എന്നാണോ SFI പറയുന്നത്? അങ്ങനെയാണെങ്കിൽ SFI ഈ കേരളത്തിലെ വിദ്യാർത്ഥികളോട് മാപ്പ് പറയേണ്ടതുണ്ട്. കേരളത്തിലെ വിദ്യാർത്ഥികളെ അപമാനിക്കുന്ന പണിയാണ് SFIയുടെ സംസ്ഥാന സെക്രട്ടറി ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവന പിൻവലിച്ച് കേരളത്തിലെ ക്യാമ്പസുകളിലെ വിദ്യാർത്ഥികളോട് മാപ്പ് പറയുക തന്നെ ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ വടകരയിൽ ഒരു വ്യാജ കാഫർ സ്ക്രീൻഷോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ ഒരു വ്യാജ വോയിസ് റെക്കോർഡും എടുത്തു വന്നുകൊണ്ട് SFI മുന്നിലിട്ടാൽ അതിനെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യകത, അല്ലെങ്കിൽ അത് നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യകത ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ ഈ ആരോപണങ്ങളൊക്കെ ഇന്നോ ഇന്നലെയോ കേൾക്കാൻ തുടങ്ങിയതല്ല. ഞങ്ങൾ വർഷങ്ങളായിക്കൊണ്ട് ഈ ആരോപണങ്ങൾ കേൾക്കുകയാണ്. ഞാൻ ഇട്ടിരിക്കുന്ന ഈ 1.5 മീറ്റർ തട്ടവും എൻ്റെ പേര് റുമൈസ റഫീഖ് എന്ന് പറയുന്ന എൻ്റെ മുസ്ലിം പേരും SFIയെ അലോസരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്കൊക്കെ അറിയാം, ഒരു വനിതാ ചെയർപേഴ്സൺ മത്സരിച്ച് വിജയിച്ചു, പി കെ ഷിഫാന എന്ന് പറയുന്ന പെൺകുട്ടി KKTM ഗവൺമെന്റ് കോളേജിൽ UUC ആയി മത്സരിക്കുന്ന സമയത്ത് അത് തട്ടമിട്ട വർഗീയതവാദിയാണ് എന്ന് SFI ആണ് അന്ന് അടിച്ചിറക്കിയിട്ടുണ്ടായിരുന്നത്. അന്ന് ശരിക്കും കേരളത്തിലെ ക്യാമ്പസുകളിൽ നാമമാത്രമാണ് ABVP എന്ന് പറയുന്നത്. ആ ABVPയെക്കാളും എത്രയോ മോശമായിക്കൊണ്ട് മലീമസമായിക്കൊണ്ട് കേരളത്തിലെ ക്യാമ്പസുകളിൽ വർഗീയത പറയുന്ന സംഘടന ഏത് എന്ന് ചോദിച്ചാൽ അത് SFI തന്നെയാണ്. ഞങ്ങൾ ചെയ്ത തെറ്റെന്താണ്? ഞങ്ങൾ ഈ വസ്ത്രം ധരിക്കുന്നതാണോ തെറ്റ്? ഞങ്ങൾ ഇന്ന് വിശ്വാസത്തിൽ വിശ്വസിക്കുന്നതാണോ തെറ്റ്? ഞങ്ങൾക്ക് ബോധ്യമുണ്ട്, ഞങ്ങൾ ജീവിക്കുന്നത് ഇന്ത്യ എന്ന് പറയുന്ന മതേതര രാജ്യത്താണ്. ആ രാജ്യത്ത് ഒരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടന ഞങ്ങൾക്കൊരു അവകാശം തരുന്നുണ്ട്. ഞങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാൻ, അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ ഈ രാജ്യത്തെ ഭരണഘടന ഞങ്ങൾക്ക് അവകാശം തരുന്ന സമയത്ത് ഞങ്ങളുടെ മതത്തിൽ വിശ്വസിച്ച് ഞങ്ങളെ വസ്ത്രം ധരിച്ചുകൊണ്ട് ക്യാമ്പസിലേക്ക് പോകുന്ന സമയത്ത് ഞങ്ങളെ മതവർഗീയവാദികളാക്കാൻ ശ്രമിക്കുന്ന SFIക്കാരോട് ഒന്നേ പറയാനുള്ളൂ, ഈ തട്ടം ധരിച്ച് ഇതേ പേരും സ്വീകരിച്ച് ഞങ്ങൾ ക്യാമ്പസുകളിലേക്ക് കടന്നു ചെല്ലുന്ന സമയത്ത് ഞങ്ങൾ പറയുന്ന രാഷ്ട്രീയത്തിൽ ആകൃഷ്ടരായ വിദ്യാർത്ഥികളാണ് കണ്ണൂരിലെയും കാലിക്കറ്റിലെയും വിദ്യാർത്ഥികൾ. ആ വിദ്യാർത്ഥി മനസ്സിൽ MSF ഉണ്ട് എന്നതിൻ്റെ തെളിവാണ് കണ്ണൂരിലും കാലിക്കറ്റിലും MSFനുള്ള വിജയമെന്നുള്ളത്. അതുകൊണ്ട് SFIയുടെ ഈ വർഗീയ ചാപ്പകുത്തലൊക്കെ കേരളത്തിലെ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ പുറത്തു കളയുക തന്നെ ചെയ്യും. പ്രിയപ്പെട്ട SFIയുടെ സംസ്ഥാന സെക്രട്ടറിയോട് പറയാനുള്ളത്, ശരിക്കും ആനക്ക് മതമിളകിയാൽ നമ്മൾ ചങ്ങലക്കിടുന്നത് പോലെ നിങ്ങൾക്കിങ്ങനെ മതമിളകി, നിങ്ങളുടെ പരാജയത്തിൽ മതമിളകിക്കൊണ്ട് നിങ്ങളിങ്ങനെ മുന്നോട്ട് വന്നാലുണ്ടല്ലോ, ഈ കേരളത്തിലെ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ ചങ്ങലക്കിട്ടുകൊണ്ട് നിങ്ങളെ പുറത്തേക്ക് എറിയുമെന്ന് തന്നെയാണ് SFIയിലെ സംസ്ഥാന സെക്രട്ടറിയും ആ സംഘടനയോടും പറയാനുള്ളത്. കാരണം അത്രയും മഹിതമാണ് നമ്മുടെ ചരിത്രം എന്നുള്ളത്. CAA NRC സമരം നടക്കുന്ന സമയത്ത് ആ വസ്ത്രം കണ്ടാൽ തന്നെ ഇത് വർഗീയ സമരമാകുമെന്ന് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ നോക്കി പറഞ്ഞ സമയത്ത് തൻ്റെ ഷർട്ട് അഴിച്ച് പൂണൂല് കാണിച്ച് ഇത് വിദ്യാർത്ഥികൾ ജനാധിപത്യത്തിന് വേണ്ടി ചെയ്യുന്ന സമരമാണ് എന്ന് കാണിച്ച സർഗാത്മക സമരങ്ങൾ ഉണ്ടായ രാജ്യമാണ് ആ ഇന്ത്യ എന്ന് പറയുന്നത്. ആ ഇന്ത്യയിലെ കേരളത്തിൽ ഞങ്ങളടങ്ങുന്ന വിദ്യാർത്ഥി സമൂഹത്തെ, വിദ്യാർത്ഥി പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ഞങ്ങളെ ഇത്തരത്തിൽ വർഗീയ ചാപ്പകുത്താനാണ് നിങ്ങളെ ശ്രമമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങളെയൊന്നും ബോധിപ്പിക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. ഇറ്റ്സ് നൺ ഓഫ് അവർ ബിസിനസ്. നിങ്ങളെ ബോധിപ്പിക്കേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല. കാരണം ഞങ്ങളെ ഏറ്റെടുത്ത വിദ്യാർത്ഥികളാണ് ഇന്ന് കേരളത്തിലെ ഒട്ടുമിക്ക സർവകലാശാലയിലും ഉള്ളത്. ഇനി കൂട്ടിച്ചേർക്കാനുള്ളത്, ഈ കൊടിയിൽ എഴുതിയിരിക്കുന്ന ജനാധിപത്യം ഉണ്ടല്ലോ, ആ കൊടിയിൽ എഴുതിയിരിക്കുന്ന ജനാധിപത്യവും സ്വാതന്ത്ര്യവും നിങ്ങൾ പുലർത്താൻ തയ്യാറാണെങ്കിൽ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾ അടച്ചുപൂട്ടിയിരിക്കുന്ന പല ക്യാമ്പസുകളിലേക്കും 1 വർഷത്തിനുള്ളിൽ കടന്നു ചെന്ന് അവിടെ യൂണിയൻ ഉണ്ടാക്കാനും മറ്റു പ്രവർത്തനങ്ങൾക്കും MSFന് സാധിക്കുമെന്ന് ഈ ഒരു വേളയിൽ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾ അക്രമത്തിലൂടെയും തട്ടിക്കൊണ്ടുപോകലിലൂടെയും ഒക്കെ നിങ്ങൾ കെട്ടിപ്പൂട്ടി വെച്ച പല ക്യാമ്പസുകളും ഇന്ന് കടന്നു ചെന്നിട്ടുണ്ട്. ഇനിയും ആ ക്യാമ്പസുകളിലേക്ക് രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കടന്നു ചെല്ലും. പ്രിയപ്പെട്ട SFIക്കാരോട് നിങ്ങൾ തോറ്റു എന്നുള്ളതൊരു സത്യമാണ്. ആ തോൽവിയെ നിങ്ങളും ന്യായീകരിക്കാൻ ഇത്തരത്തിലുള്ള വ്യാജ ആരോപണങ്ങളല്ല നിങ്ങൾ കൊണ്ടുവരേണ്ടത്. നിങ്ങളെ വീഴ്ചയെ നിങ്ങൾക്ക് എവിടെ തെറ്റുപറ്റി എന്ന് നിങ്ങൾ നോക്കുക. എവിടെയാണ് നിങ്ങൾക്ക് പിഴച്ചത് എന്ന് നോക്കുക. നിങ്ങൾ അറിയണം, കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹം എന്തുകൊണ്ട് നിങ്ങളെ കടക്കു പുറത്ത് എന്ന് പറഞ്ഞു എന്ന് ചോദിച്ചാൽ സിദ്ധാർത്ഥ അടക്കമുള്ള ഒരു പറ്റം വിദ്യാർത്ഥികൾ
വാക്കുകൾ നോവായിക്കൊണ്ട് ഇന്നത്തെ കേരളത്തിലെ വിദ്യാർത്ഥികളുടെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഓരോ സ്ഥലത്തും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ പരാജയം പരിശോധിച്ച് നിങ്ങൾ പഠിച്ചതിന് ശേഷം നിങ്ങൾ ക്യാമ്പസുകളിലേക്ക് വാ. ആ ക്യാമ്പസിൽ നിങ്ങളോട് ജനാധിപത്യപരമായി നിങ്ങളോട് പോരാടാൻ, നിങ്ങളോട് കലഹിക്കാൻ, നിങ്ങളോട് മത്സരിക്കാൻ ഞങ്ങൾ MSFകാർ ക്യാമ്പസുകളിൽ തന്നെ ഉണ്ടാവും. ഇവിടെ ഇരിക്കുന്ന ഫർഹാന എന്ന് പറയുന്നത് KMM വനിതാ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. ഫർഹാനക്ക് ഈ വോയിസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ ക്യാമ്പസുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനുണ്ട്. ഞാൻ ഫർഹാനയാണ്. നിലവിലെ കണ്ണൂർ സർവകലാശാല സെനറ്റ് മെമ്പറാണ്. 2019 മുതൽ 2022 വരെ കണ്ണൂർ കൃഷ്ണമേനോൻ മെമ്മോറിയൽ ഗവൺമെൻറ് വനിതാ കോളേജിൽ പഠിച്ച ഒരു വിദ്യാർത്ഥിയാണ്. അതിനുശേഷം സർ സെയ്ദ് കോളേജിൽ PG പഠിക്കുകയും അവിടെ നിന്നാണ് സെനറ്റ് മെമ്പറായിട്ട് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തിട്ടുള്ളത്. ഞാൻ കൃഷ്ണമേനോൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അവിടെ MSFന്റെ യൂണിറ്റ് പ്രസിഡൻ്റായി പ്രവർത്തിച്ചിരുന്ന ആളാണ്. ഞാൻ ആ കോളേജിൽ പഠിച്ച ആ കാലയളവിൽ അവിടെ പഠിച്ച ഒരു വിദ്യാർത്ഥിയുടെ വോയിസാണ് SFIയുടെ സംസ്ഥാന സെക്രട്ടറി ഇന്നലെ പുറത്തുവിട്ടിട്ടുള്ളത്. MSFകാരിയല്ലാത്ത ഒരു വിദ്യാർത്ഥിനിയെ MSFകാരിയാക്കാൻ ശ്രമിക്കുന്ന SFIയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ ഗതികേടാണ് ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ നമ്മൾ കണ്ടത്. തീർച്ചയായും കാലിക്കറ്റ് കണ്ണൂർ സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന്റെ നാണക്കേട് മറക്കാൻ SFI MSFന് മേൽ വർഗീയത ആരോപണമായി രംഗത്ത് വന്നിരിക്കുകയാണ്. കൃഷ്ണമേനോൻ ഗവൺമെന്റ് കോളേജിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, കണ്ണൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോളേജാണ്. ഒരുപക്ഷെ എൻ്റെ മുമ്പിലിരിക്കുന്ന മാധ്യമ സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുന്നുണ്ടാവും, ഏതൊരു ക്യാമ്പസ് റിലേറ്റഡ് വിഷയം വന്നാലും അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് വന്നാലും നിങ്ങളടങ്ങുന്ന മാധ്യമങ്ങളടക്കം ഏറ്റവും ആദ്യം ഓടിയെത്തുന്ന കണ്ണൂരിൻ്റെ ഹൃദയഭാഗത്തുള്ള ഒരു കോളേജാണ് കൃഷ്ണമേനോൻ കോളേജ് എന്ന് പറയുന്നത്. അവിടെ കഴിഞ്ഞ 3-4 വർഷങ്ങളായി SFI ഇത്തരത്തിൽ വർഗീയത ആരോപിക്കുന്നത്. ആ ക്യാമ്പസിൽ കൃഷ്ണമേനോൻ കോളേജിലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പഠന പാഠ്യേതര വിഷയങ്ങളിൽ, കലയിലായാലും കായിക മത്സരങ്ങളിലായാലും ഏറ്റവും ഉന്നത സ്ഥാനങ്ങൾ വഹിക്കുന്ന വിദ്യാർത്ഥിനികൾ പഠിക്കുന്ന ഒരു കോളേജാണ് കൃഷ്ണമേനോൻ കോളേജ് എന്ന് പറയുന്നത്. അവിടെ ഞങ്ങളുടെ രാഷ്ട്രീയ ബോധത്തെയും രാഷ്ട്രീയ ചിന്തകളെയും രാഷ്ട്രീയ പക്വതയെയും ഇളിഭ്യരാക്കുന്ന അല്ലെങ്കിൽ കളിയാക്കുന്ന രീതിയിലാണ് SFI സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു വെക്കുന്നത്. ആരെങ്കിലും വന്ന് വർഗീയത പറഞ്ഞാൽ അതിൽ ആവേശം മൂത്ത് വോട്ട് ചെയ്യുന്ന വിദ്യാർത്ഥികളല്ല അവിടുത്തെ വനിതയിലെ പ്രബുദ്ധരായ വിദ്യാർത്ഥികൾ. അത്തരത്തിലൊരു ധാരണ SFI സംസ്ഥാന കമ്മിറ്റിക്കുണ്ടെങ്കിൽ ഞങ്ങൾ ഉറപ്പിച്ചു പറയാണ്, അത്തരത്തിലുള്ള ഒരു ധാരണ SFIക്ക് മാത്രമേ ഉണ്ടാവൂ. കൃത്യമായ രാഷ്ട്രീയ ബോധ്യത്തിൽ വളർന്നു വരുന്ന ഒരു വിദ്യാർത്ഥിനി സമൂഹമുള്ള കോളേജാണ് കൃഷ്ണമേനോൻ കോളേജ് എന്ന് പറയുന്നത്. അതായത് ആരെങ്കിലും ഏതെങ്കിലും ഒരു ഹിന്ദു കുട്ടിയോ മുസ്ലിം കുട്ടിയോ ക്രിസ്ത്യാനി കുട്ടിയോ വന്ന് വർഗീയത പറഞ്ഞാൽ അവരെ ക്യാമ്പസിന്റെ കോമ്പൗണ്ടിന്റെ പുറത്തേക്ക് നിർത്താനും അവിടെ ഓരോ വിദ്യാർത്ഥികൾക്കും എന്താണ് വർഗീയത എന്നും എന്താണ് മതേതരത്വം എന്നും എന്താണ് രാജ്യമെന്നുമുള്ള ബോധമുള്ള വിദ്യാർത്ഥികളാണ് ആ കോളേജിൽ പഠിക്കുന്നത്. ഈ രാജ്യത്തെ പൗരന്മാരാണ് അവർ. 1-ാം വർഷ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ 2-ാം വർഷ വിദ്യാർത്ഥികൾ 18 വയസ്സ് പൂർത്തിയാകുന്ന ഈ രാജ്യത്തെ MLAയും MP യെയും തെരഞ്ഞെടുക്കാൻ പ്രാപ്തരായ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ആ കോളേജിലാണ് നിങ്ങൾ ഇത്തരത്തിലൊരു വർഗീയത ആരോപിക്കുന്നത്. നാളെ നിങ്ങൾ പോയി മുസ്ലിം വർഗീയതയോ ക്രിസ്ത്യാനി വർഗീയതയോ ഹിന്ദു വർഗീയതയോ പറഞ്ഞാൽ അതനുസരിച്ച് വോട്ട് ചെയ്യുന്ന വിദ്യാർത്ഥികളാണ് കൃഷ്ണമേനോൻ കോളേജിലെ വിദ്യാർത്ഥികൾ എന്നാണോ SFIയുടെ സംസ്ഥാന കമ്മിറ്റി ധരിച്ചു വെച്ചിരിക്കുന്നത്? അത്തരത്തിൽ ആ വിദ്യാർത്ഥികളെ, ആ പ്രബുദ്ധരായ കൃഷ്ണമേനോൻ വനിതാ കോളേജിലെ വിദ്യാർത്ഥികളെ, ഓരോ വിദ്യാർത്ഥിയെയും അപമാനിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവിടുത്തെ SFIക്കാരെ പോലും അപമാനിക്കുന്ന രീതിയിലാണ് SFIയുടെ സംസ്ഥാന കമ്മിറ്റി SFI പറയുന്ന പ്രസ്താവനയിലുള്ളത്. തീർച്ചയായും ഈ വരാനിരിക്കുന്ന കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും വനിതയുടെ മണ്ണ്, കൃഷ്ണമേനോൻ കോളേജിന്റെ മണ്ണ്, ഞങ്ങളുടെ മണ്ണ് അതിന് മറുപടി പറഞ്ഞിരിക്കും. SFIയുടെ സംസ്ഥാന സെക്രട്ടറിയെ ഞങ്ങൾ ക്ഷണിക്കുകയാണ് കൃഷ്ണമേനോൻ കോളേജിലേക്ക്. അവിടുത്തെ ഓരോ വിദ്യാർത്ഥിയെയും നിങ്ങൾ പരിചയപ്പെടണം. അവിടുത്തെ MSFന്റെ കൺവെൻഷനിലേക്കല്ല, അവിടുത്തെ SFIയുടെ കൺവെൻഷനിലേക്കെങ്കിലും നിങ്ങൾ പങ്കെടുത്ത് അവിടുത്തെ വിദ്യാർത്ഥികളുടെ രാഷ്ട്രീയ ബോധത്തെ നിങ്ങൾ മനസ്സിലാക്കണമെന്നാണ് SFIയുടെ സംസ്ഥാന സെക്രട്ടറിയോടും SFIയുടെ സംസ്ഥാന കമ്മിറ്റിയോടും ഞങ്ങൾക്ക് പറയാനുള്ളത്. GIOന്റെ വിദ്യാർത്ഥിനിയാണെന്ന് ആ കുട്ടി തന്നെ വളരെ വ്യക്തമായി പറയും.
അത് കറക്ഷൻ വന്നായിരിക്കും. അല്ല, SIOന്റെ ഗേൾസ് ഓർഗനൈസേഷനാണ് GIO. GIOയുടെ കമ്മിറ്റിയിലോ പ്രവർത്തകയോ എന്നല്ല, GIOയുടെ പരിപാടിക്ക് പങ്കെടുക്കുന്ന ഒരു കുട്ടിയാണെന്നുള്ള രീതിയിലാണ് കുട്ടി വെളിപ്പെടുത്തിയിരിക്കുന്നത്. അല്ല, ഒരു കുട്ടി ക്യാമ്പസിലേക്ക് ഫസ്റ്റ് കടന്നു വന്ന സമയത്ത് നമ്മൾ MSFന്റെ കോർഡിനേറ്റർ ആക്കി എന്ന് ആ കുട്ടി പറയുന്നുണ്ട്. പക്ഷേ MSFൽ പ്രവർത്തിക്കാനോ ഞാൻ ഒരു MSFകാരിയോ അല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഇഷ്ടം GIO എന്ന് പറയുന്നൊരു സംഘടനയാണ്. അതിലാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. അതിലെ ആശയമാണ് ഞാൻ SFIക്കാരിയായ കുട്ടിക്ക് അയച്ചത് എന്ന് വ്യക്തവും കറക്റ്റുമായിട്ട് പറയുന്നുണ്ട്. ഒരു MSFകാരി ആയിരിക്കെ, അല്ലെങ്കിൽ ഉള്ളിൽ MSF ഉണ്ടായിരിക്കെ, MSFന്റെ മെമ്പർഷിപ്പ് ഉണ്ടായിരിക്കെ ഒരു കുട്ടി ഇത് പറയില്ല. അങ്ങനെയുള്ളവർ MSFകാരാണ് ഞങ്ങൾ ഒരിക്കലും അംഗീകരിക്കില്ല. GIOന്റെ ക്ലാസ്സിന് പോവാറുണ്ട്, GIOന്റെ പ്രവർത്തനങ്ങൾക്ക് പോവാറുണ്ട്. അങ്ങനെയാണ് ആ കുട്ടി അതിൽ വ്യക്തവും കൃത്യവുമായി പറയുന്നത്. അതായത് കോളേജിലേക്ക് കടന്നു വരുന്ന 1ാം വർഷ വിദ്യാർത്ഥികളെ മെമ്പർഷിപ്പ് മുറിക്കുന്നതിന് മുമ്പ് MSFന്റെ കോർഡിനേറ്ററായി നിൽക്കുമെന്ന് അപ്രോച്ച് ചെയ്ത സമയത്താണ് കുട്ടി ഞാൻ MSF അല്ല എന്നും ഞാൻ GIOയുടെ പരിപാടിക്ക് പങ്കെടുക്കുന്നതാണെന്നും ഞാൻ GIOയുടെ ആശയത്തിലാണ് പിന്തുടരുന്നുള്ള രീതിയിൽ കുട്ടി മറുപടി പറയുന്നത്. അല്ലാതെ ആ കുട്ടി MSFന്റെ മെമ്പർഷിപ്പ് എടുത്തതോ MSFന്റെ പ്രവർത്തകയോ ഒന്നുമല്ല. GIO എന്ന് പറയുന്ന സംഘടനയോ അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞ സംഘടനയോ അതിനൊന്നും ഞാനോ എൻ്റെ കൂടെ ഉള്ളവരോ എൻ്റെ പാർട്ടിയോ അതിനോടൊപ്പം പ്രവർത്തിക്കുന്നവരോ അല്ലെങ്കിൽ അവരുടെ ആശയം പേറുന്നവരോ ഒന്നുമല്ല. ഇതൊക്കെ ഒരു നയപരമായ വിഷയമാണ്. ആ നയപരമായ വിഷയത്തിൻ്റെ അഭിപ്രായം MSFന്റെ സംസ്ഥാന പ്രസിഡന്റ് ആ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഇത് ഇഴകേരി പരിശോധിക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. ഞങ്ങളിവിടെ ഇന്ന് നിങ്ങളെ കാണാൻ വന്നിട്ടുള്ളത് അങ്ങനെയുള്ള വ്യാജ വോയിസ്, MSFൻ്റെത് എന്ന് പറയുന്ന വ്യാജ വോയിസ് പറഞ്ഞ് സമൂഹത്തിനെ തെറ്റിദ്ധരിപ്പിക്കുന്നത് കൊണ്ട് അത് അല്ല എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ആ വിഷയത്തിന്മേലാണ് ഞങ്ങളിവിടെ നിങ്ങളെയൊക്കെ കാണാൻ വന്നിട്ടുള്ളത്, ഇങ്ങനെ ഒരു പ്രസ് മീറ്റ് വിളിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ആ പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നവരോ അവരോടൊപ്പം വിശ്വസിക്കുന്നവരോ അവർ നമ്മളെ പാർട്ടിയുടെ ഘടകകക്ഷികളോ ഒന്നുമല്ല. അതിൻ്റെ ക്ലാരിറ്റിയിൽ വളരെ വ്യക്തമായി PK നവാസ് സാഹിബ് പറഞ്ഞു. ഇനി എന്തെങ്കിലും ക്ലാരിറ്റിക്ക് വേണമെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം. അദ്ദേഹം ഇനിയും വിളിക്കും. എങ്ങനെ ആര് വർഗീയത പറഞ്ഞാലും അതിനോട് അനുകൂലിക്കുന്ന ഒരു പാർട്ടിയല്ല MSF. ആര് വർഗീയത പറഞ്ഞാലും, അത് GIO ആയിക്കോട്ടെ SFI ആയിക്കോട്ടെ, ഏത് സംഘടന വർഗീയത പറഞ്ഞാലും അതിനോട് അനുകൂലിക്കുന്ന ഒരു പാർട്ടിയല്ല MSF എന്ന് പറയുന്നത്. നമുക്കൊരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടനയിൽ കൃത്യവും വ്യക്തവുമായി പറയുന്നത് വിദ്യാർത്ഥി ആയിരിക്കുക, വിദ്യാർത്ഥി വിഷയങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അല്ലെങ്കിൽ ഒരു മുസ്ലിം ആയിരിക്കുക, തട്ടമിട്ടവർ, അങ്ങനെയൊന്നും നമ്മളുടെ ഭരണഘടനയിൽ പറയുന്നില്ല. വിദ്യാർത്ഥി ആയിരിക്കുക, ന്യൂനപക്ഷങ്ങളുടെ ശബ്ദമാവുക, അതാണ് MSF എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടന. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ വിഷയമല്ല. അവിടെ MSFും UDSFും മുന്നണിയാണ്. അത് ഓരോ കോളേജിൻ്റെ ഓരോ ക്യാമ്പസിൻ്റെ ഇന്റേണൽ പൊളിറ്റിക്സ് ആണ്. അത് മുസ്ലിം മാനേജ്മെന്റ് ആയതുകൊണ്ട് KSUവിനെ കൂട്ടുന്നില്ല. അത് നിങ്ങൾ പറയുന്നത് തന്നെ നിങ്ങൾ ഈ SFIയുടെ സംസ്ഥാന സെക്രട്ടറി പറയുന്ന ആരോപണത്തോട് നിങ്ങൾ യോജിച്ചു നിൽക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. ഒരിക്കലും ഒരു മുസ്ലിം മാനേജ്മെന്റ് ആയതുകൊണ്ട് KSUവിനെ കൂട്ടുന്നില്ല, അങ്ങനെ ഇതില്ല. മുമ്പ് KSUമായി മുന്നണി ഉണ്ടായിട്ടുണ്ട്, പിന്നീട് അത് മാറിയിട്ടുണ്ട്, പിന്നെ ഒറ്റക്ക് മത്സരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ ആ ക്യാമ്പസിലെ ഇന്റേണൽ പൊളിറ്റിക്സ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ഒരു ക്യാമ്പസ് എലക്ഷൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലെ ഇന്റേണൽ പൊളിറ്റിക്സ് വെച്ചാണ് നമ്മൾ ആ എലക്ഷനെ നേരിടുക. ചിലപ്പോൾ നമ്മൾ ഒറ്റക്കായിരിക്കും മത്സരിക്കുക, ചിലപ്പോൾ നമ്മൾ മുന്നണിയായിട്ട് മത്സരിക്കുക. ആ ക്യാമ്പസിൽ നടക്കുന്ന കാര്യങ്ങളാണ് അവിടെ ചർച്ച ചെയ്യുക. അതിനുശേഷമാണ് വിദ്യാർത്ഥികൾ ഏത് സംഘടന വരണം എന്ന് തീരുമാനിക്കുന്നത്. അത് കേവലം ആരോപണമായിട്ടേ നമ്മൾ കാണുന്നുള്ളൂ. എങ്ങനെ? ഞാൻ മലപ്പുറം MCT ലോ കോളേജിലാണ് പഠിച്ചത്.
അവിടെ പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ മുസ്ലിം മാനേജ്മെന്റ് ആണല്ലോ, അവിടെ നമ്മൾ മുന്നണിയായിട്ടാണല്ലോ മത്സരിക്കുന്നത്, അവിടെ UDSF ആയിട്ടാണ് മത്സരിക്കുന്നത്, അവിടെ മുസ്ലിം മാനേജ്മെന്റ് ആണ്. അങ്ങനെ മുസ്ലിം മാനേജ്മെന്റ് സെലക്റ്റീവായി MSF മാറ്റി MSF ഉള്ളിടത്ത് മുസ്ലിം മാനേജ്മെന്റ് ഉള്ളിടത്ത് MSF മത്സരിക്കുക, അല്ലാത്തടത്ത് ഈ മുന്നണിയായി മത്സരിക്കുക, അങ്ങനെ ഒരു കൺസെപ്റ്റ് അങ്ങനെ ഉണ്ടെങ്കിൽ അത് തെറ്റാണ്. ഞാൻ പഠിച്ചത് അതിന് ഉദാഹരണം ഞാൻ പറഞ്ഞു, ഞാൻ പഠിച്ചത് MCT ലോ കോളേജിലാണ്, അവിടെ മുസ്ലിം മാനേജ്മെന്റ് ആണ്, അവിടെ നമ്മൾ UDSF ആയിട്ടാണ് മത്സരിക്കുന്നത്, വേണമെങ്കിൽ നിങ്ങൾക്ക് പരിശോധിക്കാം. ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെയുള്ള ആരോപണം തന്നെ തെറ്റാണ്, അങ്ങനെയുള്ള പ്രചാരണം തന്നെ തെറ്റാണ്. നമ്മൾ എവിടെയും KSUവിനെ കൂട്ടാതെയോ കൂട്ടിയിട്ടോ നമ്മൾ എവിടെയും മതം പറഞ്ഞിട്ടില്ല, നമ്മൾ എവിടെയും വർഗീയത പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് അത് തെളിയിക്കാൻ പറ്റുമോ? നമ്മൾ എവിടെ വർഗീയത പറഞ്ഞാൽ നമ്മൾ എവിടെയാണ് വോട്ട് തേടിയിട്ടുള്ളത്? നമ്മൾ വ്യക്തമായി വിദ്യാർത്ഥി വിഷയങ്ങൾ പറഞ്ഞു മാത്രമാണ് വോട്ട് തേടിയിട്ടുള്ളത്. അല്ലെങ്കിൽ KSU ഉണ്ടാകുമ്പോൾ നമുക്ക് മതം പറയാൻ പറ്റില്ല, KSU ഇല്ലാതിരിക്കുമ്പോൾ നമുക്ക് മതം പറയാം. അങ്ങനെ നിങ്ങൾക്കൊരു തോന്നലുണ്ടെങ്കിൽ അത് തെറ്റായ കൺസെപ്റ്റാണ്. അത് SFI പറഞ്ഞുണ്ടാക്കുന്ന കൺസെപ്റ്റിലേക്ക് നിങ്ങൾ എത്തുന്നു എന്നുള്ളതാണ്. നമുക്ക് അങ്ങനെ മതം പറഞ്ഞു വോട്ട് ചെയ്യേണ്ട ഗതികേട് എവിടെ ഉണ്ടായിട്ടില്ല. ഞങ്ങൾ മതേതരത്വം പറഞ്ഞുകൊണ്ട്, വിദ്യാർത്ഥി നിലപാട് പറഞ്ഞുകൊണ്ട്, നിങ്ങൾ ഒരു കാര്യമാണ്, ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെനറ്റ് മെമ്പറാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ 10 സെനറ്റ് മെമ്പർമാരുണ്ട്, അതിൽ 4 MSFും 6 SFI ഉള്ളത്. വിവിധ സെനറ്റ് മീറ്റിംഗ് നടക്കുന്ന സമയത്ത് വിവിധ വിഷയങ്ങൾ, വിദ്യാർത്ഥി വിഷയങ്ങൾ ചർച്ച വരും. FIUGP 4 ഇയർ ഡിഗ്രി ചർച്ച വരും, അവിടെ ഫീസ് വർധനവ് ചർച്ച വരും. ഈ സമയത്തൊക്കെ ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇടത് സിൻഡിക്കേറ്റിനോടും രജിസ്ട്രാറോടൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത്, ഞങ്ങൾ 6 SFIക്കാരെ നോക്കുന്ന സമയത്ത് അവിടെ കിട്ടുന്ന കട്ടൻ ചായയും പരിപ്പുവടയും കഴിച്ച് വളരെ മനോഹരമായി ഇരിക്കുകയാണ്. ഇടത് സിൻഡിക്കേറ്റ് പാസ്സാക്കുന്ന എല്ലാ അജണ്ടക്കും കൈയടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണല്. എല്ലാ സെനറ്റ് മീറ്റിംഗും കഴിഞ്ഞിറങ്ങുമ്പോഴും അകാലത്തിൽ പൊലിഞ്ഞുപോയ SFIക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ സെനറ്റ് മീറ്റിംഗ് കഴിഞ്ഞ് ഇറങ്ങാറുള്ളത്. കാരണം വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് പൊട്ടന്മാരല്ല. ഈ കേരളത്തിലെ വിദ്യാർത്ഥികൾ നമ്മൾ മതം പറഞ്ഞാൽ ഞങ്ങൾക്ക് വോട്ട് ചെയ്യും എന്ന് ഈ SFIക്കോ അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ, പുതിയ കാല വിദ്യാർത്ഥികളുടെ അല്ലെങ്കിൽ വർത്തമാന കേരളത്തിലെ വിദ്യാർത്ഥികളുടെ മനസ്സറിയാത്തത് കൊണ്ടാണ്. ആരെങ്കിലും വർഗീയത പറഞ്ഞാൽ, അതായത് KSUവിനെ കൂട്ടിയിട്ടോ കൂട്ടാണ്ടോ വർഗീയത പറഞ്ഞാൽ അവരെ ക്യാമ്പസിനെ പുറത്താക്കിയ ചരിത്രമാണ് വിദ്യാർത്ഥികൾക്കുള്ളത്. നമ്മൾ വോട്ട് നേടിയിട്ടുള്ളത് MSF പറഞ്ഞിട്ടുള്ളത് കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടാണ്, കൃത്യമായ നിലപാടും ആശയവും പറഞ്ഞുകൊണ്ടാണ്. ഞങ്ങൾ പറഞ്ഞല്ലോ, ക്യാമ്പസിൽ ആര് വർഗീയത പറഞ്ഞാലും നമ്മൾ സപ്പോർട്ട് ചെയ്യില്ല. ക്യാമ്പസിൽ ആരാണോ വർഗീയത പറയുന്നത് അതിനെ പിന്തുണക്കുന്നില്ല. ഈ SIയോ GAയോ നമ്മൾ ആരും പ്രവർത്തിക്കുന്നതോ നമ്മളെ ഘടകകക്ഷികളോ ഒന്നുമല്ല. അവരെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർ നമ്മളെ വിഷയമേ അല്ല. ഞങ്ങൾക്ക് ഈ SFI എന്ന് പറയുന്ന സംഘടന തികഞ്ഞ ചതിയാണ് വിദ്യാർത്ഥി സമൂഹത്തോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താണ്, വിവിധ വിഷയങ്ങൾ, വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട ഫീസ് വർധനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്. FIUGP വന്നു, 4 ഇയർ ഡിഗ്രി വന്നു, അതിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇതൊന്നും ക്യാമ്പസിൽ ചർച്ച ചെയ്യാതെ, അതിലേക്കൊന്നും വിദ്യാർത്ഥി പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാതെ, അവരുടെ പരാജയത്തെ മറച്ചു വെക്കാൻ വേണ്ടി ഈ വർഗീയ കാർഡൊക്കെ ഇറക്കി ഞങ്ങളുടെയൊക്കെ സമയം, വിദ്യാർത്ഥി സമൂഹത്തിന്റെ സമയം കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവരോട്, ഈ SFIക്കാരോട് പറയാനുള്ളത്, അവർ മിനിമം വിദ്യാർത്ഥി സംഘടന മിനിമം നിലവാരത്തിലേക്ക് എത്തണം എന്നുള്ളതാണ്. വെറുതെ അതും ഇതും പറഞ്ഞ് സമയം കളയാതെ വിദ്യാർത്ഥി വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യൂ. ജനാധിപത്യപരമായി ക്യാമ്പസിൽ ഞങ്ങളെ നേരിടാൻ നിങ്ങൾ സജ്ജരാവൂ. അത് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. അല്ല, ഞങ്ങളതിനെ സപ്പോർട്ട് ചെയ്തിട്ടില്ലല്ലോ. GAO പറയുന്നതിനോട് നമ്മൾ പറഞ്ഞു, GAO ഇപ്പറഞ്ഞതും ഇനി ആര് ഈ മതവുമായി ബന്ധപ്പെട്ട് ആര് വർഗീയത പറഞ്ഞാലും ഞങ്ങൾ പറഞ്ഞു MSF അതിനെതിരാണ്. അത് ഞങ്ങൾ ഓരോ പ്രാവശ്യം തെളിയിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. MSF എതിരാണ്. അത് ആര് പറഞ്ഞാലും, SFI പറഞ്ഞാലും GAO പറഞ്ഞാലും ABVP പറഞ്ഞാലും ഒക്കെ ഞങ്ങൾ അതിന് എതിരാണ്.
തട്ടിക്കൊണ്ടുപോകൽ രാഷ്ട്രീയം അത് SFIക്ക് നിരന്തരമാണ്. ഓക്കെ, SFIയിൽ നിരന്തരമായി കാണുന്ന ഒന്നാണ്. അതിനുശേഷം ഒരു UUC കാർഡ് തട്ടിപ്പറിച്ചു കൊണ്ടുപോകുന്നതും ആ പെൺകുട്ടി ഇപ്പം യൂണിയനിലെ പിന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ ജോയിന്റ് സെക്രട്ടറിയാണ്. അതും SFIയുടെ യൂണിയനാണ്. ആ പെൺകുട്ടിയോട് SFI ആണോ അല്ല ഏത് പാർട്ടിയുടെ പാനലിലാണ് മത്സരിക്കുന്നത്, SFI ആണോ എന്ന് പറയുമ്പോൾ ഞാൻ SFI അല്ല എന്ന് പറയുന്നുണ്ട്. അഥവാ ഞാൻ SFI ആണ് എന്ന ഒരവസരത്തിൽ പറയാൻ നാണക്കേടുള്ളത് കൊണ്ട് മറച്ചു വെക്കുന്ന ഒരു കാര്യം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങളല്ല അവിടെ പ്രശ്നം ഉണ്ടാക്കിയത്. ഞങ്ങളുടെ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി എന്നുള്ളത് വളരെ ശരിയാണ്. തലേന്ന് മുതൽ ഒരു കുട്ടിയുടെ ഫോൺ ഓഫായിരുന്നു, നമുക്ക് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. ആ കുട്ടിയുടെ ഫോൺ പെട്ടെന്ന് ഓഫാവുന്നു. ആ കുട്ടിയെക്കുറിച്ച് ഒരു വിവരവും ഇല്ല. ഇലക്ഷന് ശേഷം ആ കുട്ടികളെ കാണുന്നുമുണ്ട്. കാരണം ഒരു കാസർഗോഡ് റപ്പ് എന്ന് പറയുന്നത് ഞങ്ങൾക്കൊരു പോരാട്ടമായിരുന്നു. അത് ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ട് SFI പല പണിയെടുത്തിട്ടുണ്ട്. ഞങ്ങളിൽ അതിൻ്റെ തെളിവുണ്ട്. നമ്മളോട് കുട്ടികൾ വന്ന് പറഞ്ഞത് ബാക്കി വോട്ടൊക്കെ നിങ്ങൾ വേണമെങ്കിൽ UDSFന് കൊടുത്തോ, കാസർഗോഡും ഇതൊക്കെ ഞങ്ങൾക്ക് തരണമെന്ന് പറഞ്ഞുകൊണ്ട്, റപ്പ് ഞങ്ങൾക്ക് തരണമെന്ന് പറഞ്ഞുകൊണ്ട് SFIക്കാർ അപ്രോച്ച് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുട്ടികളെ തട്ടിക്കൊണ്ടുപോവുക, സ്വാധീനിക്കാൻ ശ്രമിക്കുക, അങ്ങനെയൊക്കെ ഉള്ളത് കാര്യം അത് ഇല്ലാന്നൊന്നും പറയണ്ട. അതൊക്കെ നടന്ന കാര്യം തന്നെയാണ്. ഈ കുട്ടി ഞങ്ങൾ കംപ്ലൈന്റ് കൊടുത്തിനല്ലോ, പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തായിരുന്നു. ഞങ്ങൾ ആ കുട്ടി തന്നെയാണ്, ആ കുട്ടിയെ തട്ടിക്കൊണ്ടു പോയത് തന്നെയാണ്. ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. ഞങ്ങളത് ഫോളോ അപ്പ് ചെയ്യും ചെയ്യും. ഭീഷണി രാഷ്ട്രീയം അത് കണ്ണൂർ പതിവാണല്ലോ. പറഞ്ഞത് തിരുത്തി പറയലും ഭീഷണിയെ ഭയപ്പെട്ട് പിന്നോട്ട് പോക്കും. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അതല്ല, ഓക്കെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഞാൻ പറഞ്ഞല്ലോ, SFIക്കാർ പലപ്പോഴും ചോദിക്കും പല ക്യാമ്പസിൽ MSF ഇല്ലല്ലോ, തെക്കൻ ഭാഗത്ത് MSF ഇല്ലല്ലോ എന്നൊക്കെ ചോദിക്കും. ഈ മലബാറിൽ SFIയുടെ എല്ലാ അക്രമത്തിനെയും ചെറുത്തു തോൽപ്പിച്ചാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ പിടിച്ചതും കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഞങ്ങളുടെ അക്കൗണ്ട് ഓപ്പൺ ആക്കിയതും. SFIയോട് ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്, ഇതുപോലെയുള്ള ഭീഷണി തട്ടിക്കൊണ്ടുപോയ രാഷ്ട്രീയം നിങ്ങൾ ഒഴിവാക്കി നിങ്ങളുടെ കൊടിയിൽ എഴുതിയിരിക്കുന്ന സ്വാതന്ത്ര്യവും ജനാധിപത്യവും പുലർത്താൻ നിങ്ങൾ തയ്യാറാണോ? തെക്കൻ മേഖലയിൽ ഒരു വർഷം കൊണ്ട് ഞങ്ങൾ അവിടെ യൂണിയൻ പിടിക്കുന്നതും ഓരോ വിവിധ ക്യാമ്പസുകളിൽ പടർന്ന് പന്തലിക്കുന്നതും കാഴ്ച അത് ഞങ്ങൾ കാണിച്ചു തരാം. നിങ്ങളെ ഞങ്ങൾ ചലഞ്ച് ചെയ്യുകയാണ്. അല്ല, കാലിക്കറ്റിൽ പ്രവർത്തന സ്വാതന്ത്ര്യം അനുവദിച്ചിരുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എലക്ഷൻ അട്ടിമറിക്കാൻ വേണ്ടി പഠിച്ച പണി 18 പാറ്റിട്ടുണ്ടായിരുന്നു SFI എന്ന് പറയുന്നത്. അവസാനം എലക്ഷൻ മാറ്റിവെക്കാൻ വേണ്ടി അവർ നോക്കി. എന്നിട്ട് പോലും കോടതിയുടെ ഉത്തരവനുസരിച്ചാണ് ഞങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ എലക്ഷൻ നേരിട്ടത്. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഇതുപോലെയുള്ള തട്ടിക്കൊണ്ടുപോയ രാഷ്ട്രീയം ഉണ്ടാവുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു. ഞങ്ങളുടെ പ്രവർത്തകരെ ഭീഷണിപ്പെടുത്തിയും അടിച്ചും ഒതുക്കാൻ ശ്രമിക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് പോലീസിന്റെ സഹായത്തോടെയാണ് ഞങ്ങൾ എലക്ഷനെ നേരിട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പല ക്യാമ്പസുകളും കെട്ടിപ്പൂട്ടി വെച്ച ക്യാമ്പസുകളുണ്ട്, ശരിയാണ്. ആ ക്യാമ്പസുകളിലേക്ക് ഇനിയും ഇതുപോലെയുള്ള നിങ്ങളുടെ അക്രമത്തെ പേടിച്ചുകൊണ്ട് ഞങ്ങൾ പിന്നോട്ട് പോവില്ല. ഞങ്ങൾ ചെറുത്ത് തോൽപ്പിക്കും. അതിൻ്റെ തെളിവായിക്കൊണ്ട് വിവിധ ക്യാമ്പസുകളിലേക്ക് ഞങ്ങൾ പടർന്നു പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ്.